അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു ക്ലേ ഉണ്ടാക്കാമേ. അതിന് ആദ്യം വേണ്ടത് ഗ്ലൂവാണ്. എത്ര ക്ലേ വേണോ അത്രയും ഗ്ലൂ എടുക്കുക. എന്നിട്ട് അതിനെ നല്ല രീതിക്ക് ഡൈല്യൂട്ട് ചെയ്യുക. നല്ല വെള്ളം പോലെ ആകണം അത്. ഈ കട്ട പോലെ ഒന്നും ഇരിക്കാൻ പാടില്ല, നല്ല ലൂസാവണം. എന്നിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡാർക്ക് കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കളർ ഇടാം, കാരണം ഗ്ലൂ വൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ കളർ കുറയും. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യുക. പക്ഷേ ഈ ലൂസായിട്ടിരിക്കുന്ന കൺസിസ്റ്റൻസി നമുക്ക് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് പൗഡർ ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ടാൽക്കം പൗഡർ ഇട്ടാൽ മതി. പൗഡർ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വേണം. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചായിട്ട് ഇടുന്നുള്ളൂ. അത് ഇട്ട് നോക്കി നമുക്ക് കട്ടിയാകുമ്പോൾ നിർത്തണം. അത്യാവശ്യം നല്ല കട്ടിയായതിനു ശേഷം നമുക്ക് കുറച്ച് ബോഡി ലോഷൻ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി അത്. ഈ ലോഷൻ ഇടുന്നത് ക്ലേ നല്ല സ്മൂത്ത് ആവാനും ഇങ്ങനെ നമ്മൾ ക്ലേ വെച്ച് ഇങ്ങനെ മോൾഡൊക്കെ ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് മതി. ലോഷനും കൂടെ ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളത് കയ്യിലെടുത്തിട്ട് ചപ്പാത്തി മാവ് വരുമ്പോൾ നല്ല രീതിക്ക് തന്നെ വരവി കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്കും ക്ലേ നല്ല സ്മൂത്ത് ആവും. ഇത് കുറച്ച് കൂടുതൽ നേരത്തേക്ക് ഇളക്കണം കേട്ടോ, എന്നാലത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവത്തുള്ളൂ. അല്ലെങ്കിൽ അത് കട്ടിയാവും, പിന്നെ പൊടിഞ്ഞു തുടങ്ങും. അതുകൊണ്ട് നല്ല രീതിക്ക് ഇളക്കണം. കയ്യിൽ കളറാണ് ഇഷ്ടം അല്ലെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ തേച്ച് കൊടുക്കാം. ഇനി ക്ലേ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, പിന്നത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കാം. അല്ലെങ്കിൽ മറ്റേ ക്ലിങ് ഫിലിം വെച്ച് അത് നല്ല രീതിക്ക് പൊതിഞ്ഞ് ഒരു കണ്ടെയ്നറിലിട്ട് വെച്ചിരുന്നാൽ മതി. കാരണം ഇത് എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ എയറിൽ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ലോഷൻ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതത്ര നല്ലതായിരിക്കില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ലോഷൻ ഇടുമ്പോൾ ക്ലേ ലൂസായി തുടങ്ങും. ഇനി ഞാൻ ഇവിടെ ഒരു ട്രിങ്കറ്റ് ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇപ്പോൾ മോൾഡും ഈ ഇതിനുള്ള ആവശ്യമുള്ള ടൂൾസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈസിയായിട്ട് ചെയ്യുമ്പോൾ എന്താ ഉള്ളത് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണ് ഈ ട്രിങ്കറ്റ് ഡിഷ്. ഞാൻ ചുമ്മാ കൈ കൊണ്ട് ഇങ്ങനെ നിരത്തി കൊടുക്കുന്നതേ ഉള്ളൂ. ടൂൾസ് അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചും ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഈവൻ ആയിരിക്കണം എന്ന് ഓർത്ത് വയ്ക്കണം. അല്ലെങ്കിൽ ഉണങ്ങുമ്പോൾ ഒരു സൈഡ് മാത്രമേ വരത്തുള്ളൂ, ബാക്കി അവിടെ പൊടിഞ്ഞിങ്ങനെ കിടക്കും, ഇളകി വരില്ല അത്. ഇതുപോലെ ഇപ്പോൾ ബോർഡർ പോലെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും ആ ബോർഡറിനും കട്ടി ഉണ്ടെന്ന് ഓർക്കുക. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡ്രൈ ആയതിനു ശേഷം ഇളക്കുമ്പോൾ ആ ബോർഡർ ഇളകി വരില്ല, അതും പൊടിഞ്ഞും, കാരണം അതിന് കട്ടിയില്ലല്ലോ. അപ്പോൾ അതെടുക്കാൻ പറ്റത്തില്ല. ഇനി ഇപ്പോൾ ഇതിൽ ഈ റിങ്കിൾസ് ഒന്നും വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വെച്ചങ്ങ് സ്മൂത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് അപ്പോൾ അത് ഓർത്തില്ല, ഞാൻ ഇത് ഉണങ്ങിയ ശേഷം ഓർത്ത. അപ്പം പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ ചുളുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ കയ്യിൽ തന്നെ വെള്ളം എടുത്ത് ചുമ്മാ ഇങ്ങനെ തേച്ച് കൊടുത്തുകൊണ്ട് സ്മൂത്തൻ ചെയ്തങ്ങ് പോയിരുന്നാൽ മതി. അപ്പോൾ ഒരു റിങ്കിൾസ് ഒന്നും വരില്ല. അപ്പോൾ ഇത് നമ്മൾ എവിടെ വെച്ച് ചെയ്യുകയാണെങ്കിലും ആ സ്ഥലം നല്ല മെസ്സിയാവും. അപ്പോൾ അങ്ങനെ ആവണ്ട എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ബട്ടർ പേപ്പറോ പാർച്ച്മെൻറ്റ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെച്ച് കുറച്ച് പൗഡറും കൂടെ അതിലിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ക്ലീൻ അതിന് മേളിൽ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ എവിടെയും സ്റ്റെയിനൊന്നും ആവത്തില്ല. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ചെയ്തത്. അടുത്ത ദിവസം രാവിലെ വരെ ഫാനിനെ മൂട്ടി വെച്ചിരുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്, പെട്ടെന്ന് ഉണയും കിട്ടും അത്. എനിക്ക് കളറ് പോരാത്തോട്ട് ഞാൻ ഒരു കോട്ടും കൂടി ഈ സെയിം കളർ ഞാൻ ക്ലേ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത കളർ തന്നെയാണ് ഇടുന്നത്. പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ള റിങ്കിൾസ് അത്ര ഇങ്ങനെ തെളിഞ്ഞ് കാണാം. ആണ് ഞാൻ പറഞ്ഞ ആദ്യമേ വെള്ളം ഒഴിച്ച് സ്മൂത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഞാൻ ഓർത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സ്മൂത്തൻ ചെയ്യാൻ ഓർക്കണേ. എനിക്ക് ഇത്രയും പെയിൻറ്റ് ചെയ്ത് കളറാക്കിയിട്ട് മതിയാകത്തോണ്ടാണ് ഞാൻ ഈ ബ്രൗൺ അടിച്ചു കൊടുക്കുന്നത്. അതും എനിക്ക് അവസാനം അടിച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ ഫസ്റ്റ് കോട്ട് തന്നെ നിർത്താം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ.
ഈ ബ്രൗൺ ഫുൾ അടിച്ച ശേഷം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അവസാനം ഗോൾഡനും കൂടി ഇതിൻ്റെ മേളിൽ കൊടുത്തു. ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കോട്ട് അടിച്ച് അത് ഉണങ്ങിയ ശേഷമേ അടുത്ത കോട്ട് അടിക്കാവൂ. ഇല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിട്ടൊരു വല്ലാത്ത കളർ വരും. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ബൗള് പോലെയൊക്കെ ഉണ്ടാക്കിയായിരുന്നേ. അത് ആദ്യം കാണിക്കാത്തതെന്ന് വെച്ചാൽ എനിക്കത് ഉണ്ടാക്കുമ്പോൾ ഒരു വിശ്വാസമില്ലായിരുന്നു അതെങ്ങനെയാവും, അത് ശരിയാവുമെന്നൊന്നും ഒരു വിശ്വാസമില്ല. അത് ഞാൻ പിന്നെ കാണിക്കാതിരുന്നേ. ഇതിൽ ചെറിയൊരു പാർട്ട് ഇളകിപ്പോയതാണ്. അത് അവസാനം ഇതിൽ വയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ച് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ചെടിയുടെ തണ്ട് പോലത്തത് ഇതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒട്ടിക്കണ മുന്നേ അതിനടിയിൽ ഇതുപോലെ വരഞ്ഞു കൊടുക്കണം, എന്നാലേ അത് ഇരിക്കത്തുള്ളൂ. ആ ബൗൾ ഒട്ടിക്കാനും സെയിം പ്രോസസ്സാണ് കേട്ടോ. അടിയിൽ വരയ്ക്കുക, കുറച്ച് വെള്ളം അല്ലെങ്കിൽ തേച്ച് കൊടുക്കുക. ഈ ബൗളിൻ്റെ അടിയിലും വരയ്ക്കണം, ഞാൻ കാണിച്ചില്ല. അങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം, അത് ഒട്ടിക്കോളും. കുറച്ച് സമയം കൊടുക്കണം. അത് നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഇട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ജ്വല്ലറി പോലത്തെ ഐറ്റംസ് ഇട്ട് കാണിച്ചതേ ഉള്ളൂ. ഈ ബൗളിനകത്ത് കുഞ്ഞി കമ്മൽ, മോതിരം അങ്ങനത്തെ ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബൗൾ ഉണ്ടാക്കിയത് കേട്ടോ. ഉണ്ടാക്കി വെച്ച ട്രിങ്കറ്റ് ഡിഷിന് ഒരു ഗ്ലോസ് ഫിനിഷ് വരാൻ വേണ്ടി ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഗ്ലൂ എടുക്കുക. അങ്ങനെ കുറച്ച് വെള്ളം ഇട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നല്ല രീതിക്ക് ബ്രഷ് ചെയ്യുക. ഫുൾ അതെല്ലാം കവറാവണം. അതിൻ്റെ അത് ഉണങ്ങുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.